20ാമത്തെ ബലിദാന ദിനമാണ്, സത്യേഷിന്റെ ബലിദാന ദിനമാണ് നാം ആചരിക്കുന്നത്. 20 വർഷം കഴിയുമ്പോഴും സത്യേഷിന്റെ ഓർമ്മകൾ ഈ കൊടുങ്ങല്ലൂരിലും പരിസരത്തും എത്രമാത്രം ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ബലിദാന ദിനത്തിൽ ഇന്ന് ഒത്തുചേർന്നിരിക്കുന്ന നൂറുകണക്കായിട്ടുള്ള ജനങ്ങളുടെ പങ്കാളിത്തം, ആയിരക്കണക്കായ ജനങ്ങളുടെ പങ്കാളിത്തം തെളിയിക്കുന്നത്. സത്യേഷ് കൊല ചെയ്യപ്പെടുമ്പോൾ കൊടുങ്ങല്ലൂരിൽ BJP അതിന്റെ ശൈശവാവസ്ഥയിലായിരുന്നു. സത്യേഷ് കൊല ചെയ്യപ്പെടുമ്പോൾ, സത്യേഷിനെ CPMകാർ കൊല്ലുമ്പോൾ സർവപ്രതാപത്തോടെ കൊടുങ്ങല്ലൂരിൽ CPM ആരും ചോദിക്കാനില്ലാത്ത എല്ലാ അധികാരങ്ങളും കയ്യിലുള്ള ഒരു വലിയ വടവൃക്ഷമായിരുന്നു ആ കാലത്ത് കൊടുങ്ങല്ലൂരിൽ CPM. എന്നാൽ ഇന്ന് CPM ഈ മുനിസിപ്പാലിറ്റിയിൽ ഭരണം നിലനിർത്താൻ കോൺഗ്രസിന്റെയും മതമൗലികവാദികളുടെയും അടുക്കള നിറങ്ങേണ്ട സാഹചര്യത്തിലേക്ക് അവർ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ അവസരത്തിൽ നാം കാണുന്നത്. ഇന്ത്യ മുന്നണി യാഥാർത്ഥ്യമായ സ്ഥലമാണ് കൊടുങ്ങല്ലൂർ. പരസ്പരം മറ്റെല്ലായിടത്തും മത്സരിക്കുന്ന കൊടുങ്ങല്ലൂരിൽ CPMും കോൺഗ്രസും ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും അങ്ങനെയുള്ള എല്ലാ നാടിന്റെ ശത്രുക്കളായിട്ടുള്ള എല്ലാവരും, ഉണ്ണികൃഷ്ണൻ ഇവിടെ പറഞ്ഞു BJPയുടെ പരാജയപ്പെടുത്താനാണ് അവർ വന്നത്. BJPയുടെ ശത്രുക്കളല്ല അവർ, ഈ നാടിന്റെ ശത്രുക്കളെയാണ് നിങ്ങൾ കൂട്ടുപിടിച്ചിരിക്കുന്നത്. ഈ നാടിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന, നാട് മുഴുവൻ കലാപങ്ങൾ ആസൂത്രണം ചെയ്യാൻ ശ്രമിക്കുന്ന നിരോധിത ഭീകരവാദ സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് കൊടുങ്ങല്ലൂരിൽ ഇടതുപക്ഷ മുന്നണി മുനിസിപ്പാലിറ്റിയിൽ ഭരണം നിലനിർത്തിയത് എന്ന് പറയുമ്പോൾ എത്രമാത്രം ലജ്ജാകരമായ അവസ്ഥയിലാണ് ആ പാർട്ടി ഇന്ന് എത്തി നിൽക്കുന്നത്. ഇന്നിപ്പോ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിലും LDFന് വലിയ അവകാശവാദങ്ങളൊന്നും ഉന്നയിക്കാനില്ല. 2024 ഒരു MP അവർക്കും ഒരു MP നമുക്കും. 2025 കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു കോർപ്പറേഷൻ നിങ്ങൾക്കും തലസ്ഥാന കോർപ്പറേഷൻ ഭാരതീയ ജനതാ പാർട്ടിക്കുമാണ് ലഭിച്ചിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ അവസാനത്തിന്റെ ആരംഭമായി കഴിഞ്ഞിരിക്കുന്നു സുഹൃത്തുക്കളെ. ഇതുകൊണ്ടൊന്നും, ഒരു രാത്രി കൊണ്ടൊന്നും നേരം വെളുക്കാൻ പോകുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരെ ഏത് സാഹചര്യത്തിലൂടെയാണ് ഇന്ന് കേരളം അവസാനത്തെ കനൽ കടന്നു പോകുന്നതെന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. ആ പാർട്ടി മരണവെപ്രാളത്തിലാണ്. ഈ പ്രാവശ്യം സംസ്ഥാനത്ത് ഭരണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ പൊടി പോലുമില്ല ഈ രാജ്യത്തെ കണ്ടുപിടിക്കാൻ എന്നുള്ള നിലയിലേക്ക് അവർ കൂപ്പുകുത്താൻ പോവുകയാണ്. ആ മരണവെപ്രാളത്തിലാണ് മുഖ്യ എതിരാളിയായിട്ടുള്ള കോൺഗ്രസിനും ജമാഅത്തെ ഇസ്ലാമിക്കും പോപ്പുലർ ഫ്രണ്ടിനും എല്ലാം അവരെല്ലാം കൂട്ടുപിടിച്ച് ഭരണം നിലനിർത്താൻ ശ്രമിക്കുന്നത്. ഞങ്ങൾക്ക് കാത്തിരിക്കാൻ ഒരു മടിയുമില്ല. ഒറ്റയ്ക്ക് മത്സരിച്ച് 43% വോട്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാം നേടിയിട്ടുണ്ടെങ്കിൽ 2030 തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുമെങ്കിൽ 50% വോട്ട് നേടി ഈ മുനിസിപ്പാലിറ്റി ഭരിക്കാൻ BJPക്ക് കഴിയും എന്നുള്ള കാര്യത്തിൽ ഞങ്ങളുടെ പ്രവർത്തകർക്ക് യാതൊരു സംശയവുമില്ല. പടിപടിയായിട്ടാണ് കേരളത്തിൽ BJP വളർന്നു വന്നിട്ടുള്ളത്.
വായിൽ വെള്ളിക്കരണ്ടിയുമായി എല്ലാ സുഖസൗകര്യങ്ങളുമായി ആരെയും ഭയപ്പെടാതെ ഈ ചവിട്ടുപടികൾ ഞങ്ങൾ ചവിട്ടിക്കയറിയതല്ല. നൂറുകണക്കിന് ആളുകളുടെ ജീവൻ, അവരുടെ കഴുത്ത്, ചങ്ക് പറിച്ചു കൊടുത്തിട്ടാണ് BJP കേരളത്തിൽ ഈ നിലയിലെത്തിയിട്ടുള്ളത്. എത്രയോ ബലിദാനികൾ മതമൗലികവാദികളുടെ മുമ്പിലും മാർക്സിസ്റ്റ് കാബാലികരുടെ മുമ്പിലും കഴുത്തിന് മുകളിൽ നിന്ന് തലയറുത്ത് വീഴുമ്പോഴും 1% പോലും മുട്ടുമടക്കാതെ നിങ്ങളെ മുമ്പിൽ പോരാടി നിങ്ങളെ കൊണ്ട് സമാധാനം പറയിപ്പിക്കാൻ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അവിശുദ്ധ കൂട്ടുകെട്ടുകൾക്കൊന്നും അധികകാലം നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും കഴിയില്ല. കൊടുങ്ങല്ലൂരിൽ പല പ്രത്യേകതകളും ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടു. പലയിടങ്ങളിലും ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പാണല്ലോ നടക്കുന്നത്. ഓരോ പാർട്ടിയും അവരുടെ മാനിഫെസ്റ്റോ മുമ്പിൽ വയ്ക്കും. ഞങ്ങള് കൊടുങ്ങല്ലൂരിന്റെ വികസനത്തെ സംബന്ധിച്ചുള്ള കൃത്യമായൊരു വികസന രേഖ ജനങ്ങളുടെ മുമ്പിൽ വെച്ചാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. സ്ഥാനാർത്ഥികളെ നിർണയിച്ച് സ്ഥാനാർത്ഥികൾ നോമിനേഷൻ കൊടുത്ത് തെരഞ്ഞെടുപ്പ് ദിവസം വരെ ആ മാനിഫെസ്റ്റോ, ആ വികസന രേഖയാണ് ഞങ്ങൾ വോട്ടർമാരുമായിട്ട് ചർച്ച ചെയ്തത്. LDF എന്താണ് ചെയ്തത്? അവര് പേരിനൊരു വികസന അജണ്ട മുമ്പിൽ വെച്ചു. തെരഞ്ഞെടുപ്പിന്റെ 3 ദിവസം മുമ്പ് പിതൃശൂന്യരായിട്ടുള്ള ചില ആളുകൾ, ഞാൻ അങ്ങനെ ഒരു പേര് ഇവിടെ പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷേ പിതൃശൂന്യരെന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ പ്രചാരണ സാമഗ്രികൾ അച്ചടിച്ച് വിതരണം ചെയ്യുമ്പോൾ അതിനടിയിൽ ഇതാരാണ് അച്ചടിച്ച് വിതരണം ചെയ്യുന്നതെന്ന് എഴുതാനുള്ള ആർജവമില്ലാത്തവരെ പിതൃശൂന്യരെന്നല്ലാതെ എനിക്ക് വിളിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ സങ്കടത്തോടെ അങ്ങനെ വിളിക്കുന്നത്. നമ്മൾ വൈറ്റ് കോളർ ടെററിസം ജമ്മു കാശ്മീരിലും അതുപോലെ മറ്റ് ബംഗ്ലാദേശിലും മാത്രമല്ല ഉള്ളത്. വൈറ്റ് കോളർ ടെററിസം കേരളത്തിലും ഉണ്ട്. അതാണ് ഉണ്ണികൃഷ്ണൻ പറഞ്ഞത്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പുറത്ത് വലിയ മാന്യതയുടെ മൂടുപടമണിഞ്ഞ് ആതുര സേവനത്തിന്റെയും സക്കാത്തിന്റെയും ഒക്കെ പേരിൽ വലിയ മീനിനടിക്കുന്ന ആളുകൾ, ഉള്ളിൽ കാളകൂട വിഷമാണ് അത്തരം ആളുകൾക്ക്. അത്തരം ആളുകൾ വിചാരിച്ചാൽ ഒരുപക്ഷെ 1000-ഓ 2000-ഓ മുസ്ലിം സഹോദരന്മാരെ പറ്റിക്കാൻ സാധിക്കുമായിരിക്കും. പക്ഷെ അധികകാലം നിങ്ങൾക്ക് ആ വേല ഇവിടെ നടപ്പാവില്ല. ഇതിനെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ കഴിയുന്ന നരേന്ദ്ര ദാമോദർ ദാസ് മോദിയുടെ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിൽ എഴുതിയിട്ടോളൂ. നിങ്ങളുടെ സർവനാശം അടുക്കാനായി ഈ സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ജനങ്ങളെ ഇതുപോലെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സംസ്ഥാനത്തെ മുഴുവൻ ഫലം പരിശോധിച്ചാൽ എത്രമാത്രം മാരകമായ പരിക്കാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാരിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ആ പരിക്കിൽ നിന്ന് എന്തുകൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് പാഠം പഠിക്കാൻ അവർ ഇതുവരെ തയ്യാറായിട്ടില്ല. അവരുടെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമായിട്ടുള്ള പ്രധാനപ്പെട്ട പല വിഷയങ്ങളും അതിനെ അഡ്രസ് ചെയ്യാൻ അവർ തയ്യാറാവുന്നില്ല. ശബരിമലയുടെ കാര്യം ഏറ്റവും ഒടുവിൽ പോലും ഇത്രയും വലിയ തിരിച്ചടി അവർക്ക് കിട്ടിയിട്ടും ഈ മതമൗലികവാദികളെ മുഴുവൻ കൂട്ടുപിടിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടും ദയനീയ പരാജയം അവർക്കുണ്ടായിട്ടും CPM-ന്റെ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാർക്കെതിരായ ഒരു നടപടിയെടുക്കാൻ പോലും അവർ തയ്യാറാവുന്നില്ല. ശബരിമലയിൽ ഇനി ഒന്നും ബാക്കിയില്ല. നമ്മൾ ആദ്യം കേട്ടത് ഏതാനും സ്വർണ്ണപ്പാളികൾ മാത്രമാണ് അവിടെ നിന്ന് കളവ് പോയതെന്നാണ്. അവസാനം
അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന വിഗ്രഹമോഷ്ടാക്കൾ വരെ, കുപ്രസിദ്ധരായിട്ടുള്ള രാജ്യാന്തര കുറ്റവാളികൾ വരെ ശബരിമലയിലെ വിഗ്രഹങ്ങളും പുരാവസ്തുക്കളും കവർന്നുകൊണ്ടുപോയി എന്നുള്ളതാണ്. എല്ലാം സർക്കാർ കൂട്ടുനിന്നു. 2 ദേവസ്വം മന്ത്രിമാർ, ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി, 3-4 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, അനേകം ദേവസ്വം ബോർഡ് മെമ്പർമാർ, ജീവനക്കാർ, സിപിഎമ്മിന്റെ നേതാക്കൾ, സഹയാത്രികർ, അവരെല്ലാം ചേർന്നാണ് ശബരിമലയിലെ ഇത്രയും ഭീകരമായിട്ടുള്ള സ്വർണ്ണക്കൊള്ള ആസൂത്രണം ചെയ്തത്. ഹൈക്കോടതി ഇടപെട്ടിട്ടില്ലായിരുന്നെങ്കിൽ ശബരിമല ശ്രീധർമ്മശാസ്താവിന്റെ മൂലവിഗ്രഹവും അടിച്ചുകൊണ്ടുപോയി പകരം വിഗ്രഹം അവിടെ സ്ഥാപിക്കുമായിരുന്നു. അത്ര നീചമായ പ്രവൃത്തിയിലാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത്. അതിനെപ്പറ്റി ഒരു പശ്ചാത്താപവും ഒരു മനസ്താപവും അവർക്കില്ല. ഈ LDF-നെ പോലെ ഈ കേസിൽ UDF-ഉം കുറ്റവാളികളാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും വിഗ്രഹ കച്ചവടക്കാരനും ചേർന്ന് ശബരിമലയിലെ കൊള്ള ആസൂത്രണം ചെയ്യുന്നതിന് തൊട്ടുമുമ്പ് പോയത് സിപിഎമ്മിന്റെ കോൺഗ്രസിന്റെ നമ്പർ 10 ജൻപത്തിലേക്കാണ്. അതായത് 2017-ലാണ് ഈ സ്വർണ്ണക്കൊള്ള സംസ്ഥാന ഗവൺമെന്റും ദേവസ്വം ബോർഡുമായി ചേർന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും ആസൂത്രണം ചെയ്യുന്നത്. നമുക്കെല്ലാം അറിയാലോ, ഞാൻ വിശദമായിട്ട് പറയുന്നില്ല. ആ 2017-ൽ ഈ കൊള്ള ആസൂത്രണം ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് ശബരിമലയിൽ നിന്ന് മോഷ്ടിക്കുന്ന വിഗ്രഹങ്ങൾ വിൽക്കാനുള്ള മാർക്കറ്റ് തേടി അവരാദ്യം പോയത് സോണിയാഗാന്ധിയെ കാണാനാണ്. അല്ലാതെ സോണിയാഗാന്ധിക്ക് മന്ത്രച്ചരട് കെട്ടാനൊന്നുമല്ല. സോണിയാഗാന്ധിക്ക് എന്തിനാ മന്ത്രച്ചരട്? അവരിതിൽ വിശ്വസിക്കുന്ന ആളാണോ? സോണിയാഗാന്ധിക്ക് മന്ത്രച്ചരട് കെട്ടാനല്ല. സോണിയാഗാന്ധിയുടെ സഹോദരി ഇറ്റലിയിൽ ഇതുപോലുള്ള 2 പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ബിസിനസ് നടത്തുകയാണ്. പുരാവസ്തുവും വിഗ്രഹങ്ങളും വിൽക്കുന്ന 2 അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇടപെടുന്ന 2 പ്രമുഖമായിട്ടുള്ള സ്ഥാപനങ്ങൾ ദക്ഷിണേന്ത്യയിലും ഉത്തരേന്ത്യയിലും അടക്കമുള്ള അനേകം ക്ഷേത്രങ്ങളിൽ നിന്ന് പലതവണയായി കവർ ചെയ്യപ്പെട്ടിട്ടുള്ള പല പൗരാണികമായിട്ടുള്ള അമൂല്യമായിട്ടുള്ള വസ്തുക്കളും വിഗ്രഹങ്ങളും നേരത്തെയും ഇങ്ങനെ വിപണനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അടൂർ പ്രകാശും ആന്റണിയും സോണിയാഗാന്ധിയെ എന്തിന് കാണാൻ പോയി എന്നുള്ള ചോദ്യത്തിന് ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ കണ്ടതാണെന്നാണ് പറയുന്നത്. അപ്പൊ ഞങ്ങളൊക്കെ പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും ഒക്കെ കാണാൻ നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് പല ആളുകളെയും കൊണ്ടുപോയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ അപ്പോയിന്റ്മെന്റ്, ആഭ്യന്തരമന്ത്രിയുടെ അപ്പോയിന്റ്മെന്റ്, നാഷണൽ പ്രസിഡന്റിന്റെ അപ്പോയിന്റ്മെന്റ് ഞങ്ങൾ എടുത്തു കൊടുക്കാറുണ്ട്. അത് നമ്മുടെ സംസ്ഥാനത്തെ രാഷ്ട്രീയക്കാരെല്ലാം ചെയ്യുന്നതാണ്. പക്ഷെ ആ എടുത്തു കൊടുക്കുമ്പോൾ ഞങ്ങൾ ആര് ചോദിച്ചാലും പറയും ഇയാൾ എന്തിനാണ് വന്നത്. പക്ഷേ അടൂർ പ്രകാശിനും ശബരിമല നിലനിൽക്കുന്ന പത്തനംതിട്ട MP-ക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം ഒരു വ്യവസായി സ്വർണം വാങ്ങിയാളും സോണിയാഗാന്ധി ഒരുമിച്ച് കാണുകയാണ്. അതുകൊണ്ട് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ LDF-നെ പോലെ തന്നെ കുട്ടുത്തരവാദിത്വം UDF-നുമുണ്ട്. ഇവരെല്ലാം ചേർന്നാണ് നാടിനെ തകർത്തുകൊണ്ടിരിക്കുന്നത്. മതമൗലികവാദികളെ എല്ലാവരും ചേർത്ത് പിടിക്കുകയാണ്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഒരു പരാമർശം. ആ പരാമർശം കേൾക്കുമ്പോഴേക്കും LDF-ഉം UDF-ഉം എല്ലാ വർഗീയ ശക്തികളും അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. വെള്ളാപ്പള്ളി മൈക്ക് തട്ടി. ഇവിടെ വെള്ളാപ്പള്ളി മൈക്ക് തട്ടി എന്ന് പറഞ്ഞ് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളെയും ആട്ടി ഓടിച്ച പിണറായി വിജയനോട് ആർക്കും പരാതിയില്ല. വെള്ളാപ്പള്ളി നടേശന്റെ മൈക്ക് ഒന്ന് തട്ടി എന്നാണ് പറയുന്നത്. ഇവിടെ ഏകപക്ഷീയമായ മതനിരപേക്ഷതയാണ് കേരളത്തിലുള്ളത്.
ഒരു വിഭാഗത്തിനെതിരെ എന്ത് നടന്നാലും ചോദിക്കാനും പറയാനും ആളില്ല. എന്നാൽ 30% വരുന്ന മറ്റൊരു വിഭാഗത്തിനെ കുറിച്ച് സത്യസന്ധമായ ഒരു കാര്യം പോലും പറയാനുള്ള ധൈര്യം കേരളത്തിൽ നഷ്ടമാവുന്നു രാഷ്ട്രീയ നേതാക്കന്മാർക്ക്. മലപ്പുറം ജില്ലയിൽ എന്ത് ജനാധിപത്യമാണുള്ളത്? കമ്മ്യൂണിസ്റ്റുകാരിവിടെ വലിയ വർത്തമാനം പറയുന്നുണ്ടല്ലോ, വോട്ട് ചോരി, വോട്ട് ചോരി. മലപ്പുറം ജില്ലയിൽ ജില്ലാ പഞ്ചായത്തിൽ മത്സരിച്ച 33 പേര് ലീഗുകാരാണ് ജയിച്ചത്. എങ്ങനെ ജയിച്ചത്? ഇപ്പൊ വോട്ട് ചോരി ഇല്ലേ? EVM ടാമ്പറിംഗ് ഇല്ലേ? വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം ഇല്ലേ? BJP ജയിക്കുമ്പോൾ വോട്ട് ചോരി, ജനാധിപത്യം തകരുന്നു. ഒരു ജില്ലയിലെ സമ്പൂർണ്ണ ആധിപത്യം ഒരു പാർട്ടിക്ക് കിട്ടുമ്പോൾ അത് ചോദ്യം ചെയ്യാൻ ആളില്ല. മലപ്പുറം ജില്ലയിലല്ലേ ഈ നാട്ടിൽ നടക്കുന്ന ഏത് വിധ്വംസക പ്രവർത്തനങ്ങളും അതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്ന താവളങ്ങൾ നരേന്ദ്രമോദി സർക്കാർ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു. എവിടെയായിരുന്നു ആസ്ഥാനം? എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളൊക്കെ മുരളീധരൻ സംസ്ഥാന അധ്യക്ഷനായിരിക്കുമ്പോൾ ഗ്രീൻ വാലിയിലേക്ക് നടന്ന മാർച്ച്, അവിടേക്ക് മാർച്ച് നടത്താൻ ഞങ്ങൾ പോയപ്പോ 4 കിലോമീറ്റർ അപ്പുറത്താണ് പോലീസ് തടഞ്ഞത്. മതേതരത്വത്തിന്റെ ഈറ്റില്ലമാണ്. മുസ്ലിം ലീഗ് മതേതര പാർട്ടിയാണ് എന്നാണ് പറയുന്നത്. ആ മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലാണ് ആഗോള മതഭീകരവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ ആസ്ഥാനം. നരേന്ദ്രമോദിയും അമിത്ഷായും ഈ രാജ്യം ഭരിക്കുന്നത് കൊണ്ട് ആ പോപ്പുലർ ഫ്രണ്ടിന്റെ ആസ്ഥാനം ഇപ്പോൾ അടച്ചു പൂട്ടി സീൽ ചെയ്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇവിടെ BJPക്കെതിരെ വർഗീയ ഈ രാജ്യത്തെ തന്നെ തകർക്കുന്ന, ജനാധിപത്യത്തെ തകർക്കുന്ന, സമാധാനം തകർക്കുന്ന ശക്തികളുമായിട്ടാണ് മോദി സർക്കാർ കേന്ദ്രത്തിൽ ഭരിക്കുന്നത് കൊണ്ട് മാത്രമാണ് അത്തരം ശക്തികളെ തടയിടാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ അതിഭീകരമായിട്ടുള്ള വർഗീയ കലാപങ്ങൾക്ക് കേരളം വിളനിലമാവുമായിരുന്നു. സുഹൃത്തുക്കളെ, RSSഉം BJPയും ഈ നാട്ടിൽ ജനാധിപത്യം പുലരാൻ വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ജനാധിപത്യവും PFIയും അടക്കമുള്ള സംഘങ്ങളാണ്. 4 വോട്ടിനു വേണ്ടി ഒന്നാന്തരം വർഗീയ ശക്തികളെ, മതഭീകരന്മാരെ കൂട്ടുപിടിച്ച് നിങ്ങൾ നടത്തിയ രാഷ്ട്രീയം ഇന്ത്യയിൽ എല്ലായിടത്തും പരാജയപ്പെട്ടു. ബംഗാളിൽ നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിലും കെട്ടുവെച്ച കാശ് കിട്ടില്ല. അതിന് കാരണം നിങ്ങൾ അവിടെ നടത്തിയ ഇതേ പ്രവൃത്തിയാണ്. ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരായ ഭീകരവാദികളെ കൂട്ടുപിടിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അവരെ പാലൂട്ടി വളർത്തി രാജ്യദ്രോഹ ശക്തികൾക്ക് എല്ലാ അധികാരങ്ങളും കൊടുത്ത് നിങ്ങൾ നടത്തിയ വിഷലിപ്തമായ നീക്കമാണ് ബംഗാളിൽ നിങ്ങൾ ഒന്നുമല്ലാതായി മാറിയത്. വൈകാതെ കൊടുങ്ങല്ലൂരിൽ സന്തോഷിക്കുന്ന സഖാക്കളോട് എനിക്ക് പറയാനുള്ളത്, വൈകാതെ കേരളത്തിലും നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നതാണ്. മതഭീകരവാദികൾ, പോപ്പുലർ ഫ്രണ്ട്, ജമാഅത്തെ ഇസ്ലാമി നാളെ നിങ്ങളെ തോൽപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ഹിന്ദുക്കൾ മത്സരിക്കുന്ന എല്ലായിടത്തും അവർ ഇറങ്ങും എന്നുള്ള കാര്യം നിങ്ങൾ മറക്കേണ്ട. അതിന് അധികം സമയം വേണ്ടി വരില്ല. മതം നോക്കിയാണ് അവര് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത്. തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ തോൽപ്പിക്കാൻ മറ്റൊരു പരിമിതികളിവിടെ പാലൂട്ടി വളർത്തിയ മതഭീകരവാദികൾ ഒരൊറ്റ പ്രസ്താവന ജോസ് കെ മാണി നേരത്തെ നടത്തിയതിന്റെ പേരിൽ അദ്ദേഹത്തെ നിരന്തരമായി തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സഖ്യകക്ഷിയായിട്ടുള്ള മാതൃഭൂമി പത്രത്തിന്റെ ഉടമസ്ഥൻ ശ്രേയാംസ് കുമാർ ഇനി കേരളത്തിൽ എത്ര തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാലും ജയിക്കില്ല. കാരണം LDFിലാണെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും അദ്ദേഹത്തെ ലക്ഷ്യം വെച്ചിരിക്കുകയാണ്. എനിക്കൊരു 100 ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്ന പലയിടങ്ങളിലും
അന്ധമായിട്ടുള്ള മതവിദ്വേഷം വെച്ച് ഒറ്റതിരിഞ്ഞ് ആളുകളെ തോൽപ്പിക്കാൻ ഇത്തരം നീചമായ പരിശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും നടന്നിട്ടുണ്ട്, തദ്ദേശ തെരഞ്ഞെടുപ്പിലും നടന്നിട്ടുണ്ട്. അത്തരം ശക്തികൾ ജനാധിപത്യത്തിന് ഭീഷണിയാണ്. അത്തരം ശക്തികൾ സമൂഹത്തിന്റെ സർവനാശം ആഗ്രഹിക്കുന്നവരാണ്. അത്തരം ശക്തികൾ കലാപം ആഗ്രഹിക്കുന്നവരാണ്. അത്തരം ശക്തികൾ ഈ രാജ്യം തകരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അത്തരം ശക്തികൾ വികസനം തടസ്സപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് കൊടുങ്ങല്ലൂരിലെ ഈ ചതി LDFും UDFും ചേർന്ന് നടത്തിയിട്ടുള്ള ഈ ചതി നിങ്ങൾക്ക് തന്നെ 5 കൊല്ലം കഴിയുമ്പോൾ വലിയ തിരിച്ചടിയായി മാറുമെന്നുള്ള കാര്യത്തിൽ BJPക്ക് ഒരു തരത്തിലുള്ള സംശയവുമില്ല. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ സുതാര്യമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലാണ് ഏർപ്പെട്ടത്. ഞങ്ങൾ വികസനത്തിന്റെ അജണ്ട മുന്നോട്ട് വച്ചു. ഈ 2 മുന്നണികളുടെ തെറ്റുകൾ തുറന്നു കാണിച്ചു. ഞങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറായി. തലസ്ഥാന നഗരിയിൽ നാം അത് കണ്ടു. അനേകം തദ്ദേശ സ്ഥാപനങ്ങളിൽ അതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടായി. 2024 ഞങ്ങൾക്ക് ജനങ്ങൾ MP തന്നു. 2025 മേയറെയും ഡെപ്യൂട്ടി മേയറെയും തന്നു. 2026 കേരള രാഷ്ട്രീയത്തെ നിർണയിക്കാൻ കഴിയുന്ന വലിയ ശക്തിയായി ഭാരതീയ ജനതാ പാർട്ടി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനെ ഇത്തരം കുൽസിത നീക്കങ്ങളിലൂടെ തടയാമെന്ന് നിങ്ങൾ വ്യാമോഹിക്കേണ്ട. അതിനെയും അതിജീവിച്ച് ഞങ്ങൾ മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും. കാരണം ബലിദാനികളുടെ ജീവൻ നൽകിയതിന്റെ അടിത്തറയിലാണ് ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ വിസ്മരിക്കണ്ട എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഭാരത് മാതാ കി. ഈ വന്ന ആ സഖാക്കന്മാര് അഭയം തേടിയത് ആ വാർഡിലാണ്. ആ വാർഡ് എന്ന് പറയുന്നത് CPMന്റെ ഈറ്റില്ലമായ വാർഡാണ്. ഒരാൾ പോലും അവിടെ മറ്റൊരു പാർട്ടി പ്രവർത്തകരില്ല, പാർട്ടിക്കാരനില്ല. CPMും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാത്രമുള്ള ഒരു വാർഡ്. ആ വാർഡിലാണ് പുന്നപ്ര വയലാറിൽ നിന്നും അവിടെ നിന്നും ഓടി ഒളിച്ചു വന്ന സഖാക്കന്മാർ പാർത്ത സ്ഥലം. ഏതാണ്ട് 6 മാസത്തോളം അവരവിടെ ഉണ്ടായിരുന്നു. അവിടെ ആലപ്പുഴയിലെ രംഗമൊക്കെ ശാന്തമായപ്പോ ആ CPMകാർ സഖാക്കന്മാർ അവിടേക്ക് തിരിച്ചുപോയി. അവരുടെ ഓർമ്മക്ക് വേണ്ടിയിട്ടാണ് ആ CPMന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലം അന്നവർ വയലാർ എന്ന പേരാക്കി മാറ്റിയത് കമ്മ്യൂണിസ്റ്റുകാരൻ. നിങ്ങൾ മനസ്സിലാക്കണം, വയലാർ എന്ന പേര് അവിടെ ഒരു BJPക്കാരനോ കോൺഗ്രസുകാരനോ ഉണ്ടായിരുന്നില്ല. പിൽക്കാലത്ത് 20, 30, 40 വോട്ട് വരെ ആ കാലഘട്ടത്തിൽ 2000 വരെ BJP നേടിയിരുന്നുള്ളൂ. പക്ഷെ 2005 300-ൽ പരം വോട്ടുകൾ നേടിക്കൊണ്ട് ഏതാണ്ട് 24 വോട്ടുകൾക്കാണ് ആ വയലാർ വാർഡ് BJP പിടിച്ചെടുത്തത്. അത് CPMകാരുടെ മനസ്സിന് വലിയ വിഷമമായി. എന്താണ് അത്? സതീഷാണല്ലോ പിടിച്ചെടുത്തത്. സതീഷിന്റെ പ്രവർത്തനം കൊണ്ടാണല്ലോ പിടിച്ചെടുത്തത്. ഇത്ര സന്തോഷമായിട്ടാണ് അവിടെ മത്സരിച്ചത്. രാപ്പകളില്ലാതെ സതീഷിന്റെ പ്രവർത്തനം കൊണ്ടാണ് പിടിച്ചെടുത്തത് അവർക്ക് മനസ്സിലായി. ആ ഒരൊറ്റ കാരണങ്ങൾ കൊണ്ടാണ് അന്ന് അവർ സതീഷിനെ വകവരുത്തിയത്. ഭാരതീയ ജനതാ പാർട്ടി കൊടുങ്ങല്ലൂർ മേഖലയിൽ സതീഷിനെ വകവരുത്തിയത് കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോയില്ല. ഭാരതീയ ജനതാ പാർട്ടിയുടെ ചങ്കൂറ്റമുള്ള പ്രവർത്തകർ അന്ന് ഏതാണ്ട് സമകാലികരായിട്ടുള്ള ആളുകളാണ് സതീഷും ശ്രീകുമാറും. നമുക്കറിയാം ABVPയുടെ കാലം മുതൽ നമുക്കറിയാം. ABVPയുടെ കാലം പനങ്ങാട് സ്കൂളിൽ നിങ്ങൾക്കറിയാം. ഞാൻ കഴിഞ്ഞ തവണ ഈ വേദിയിൽ പറഞ്ഞതാ. പനങ്ങാട് സ്കൂളില് ഏതാണ്ട് 88, 89, 90 കാലഘട്ടങ്ങളിൽ ആ പനങ്ങാട് സ്കൂളില് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിന് രൂപം കൊടുത്തുകൊണ്ട് അത് അവിടെ ശക്തമായിട്ട് കൊണ്ടുവന്ന് ആ പനങ്ങാട് സ്കൂളിൽ ABVPയെ ശക്തമാക്കിയ 2 പേരാണ്. ഒന്ന് ഈ ഇരിക്കുന്ന ശ്രീകുമാറും, ഒന്ന് ഇന്ന് നമ്മുടെ ബലിദാനം ആചരിക്കുന്ന സതീഷും. അത് സതീഷ് ABVPയുടെ അവിടുത്തെ പ്രസിഡന്റായിരുന്നു. ശ്രീമാൻ AR ശ്രീകുമാർ എന്ന് ജനറൽ സെക്രട്ടറിയുമാണ്. അങ്ങനെ ഇവരാണെന്ന് പനങ്ങാട് സ്കൂളില് അതിശക്തമായിട്ട് ABVPയുടെ പ്രവർത്തനം കൊണ്ടുവന്ന് ഇവരുടെ പ്രവർത്തനം കൊണ്ട് നിരവധി വിദ്യാർത്ഥിനികൾ ഇവരോടൊപ്പം കൂടി പനങ്ങാട് സ്കൂളില് അവിടെ ജയിക്കാൻ തുടങ്ങി. സ്കൂൾ ലീഡർമാർ ജയിക്കാൻ തുടങ്ങി. അവിടെ SFIയിൽ നിന്നും അവിടെ സ്ഥാനാർത്ഥികൾ തോൽപ്പിച്ചുകൊണ്ട് ABVPയുടെ സ്ഥാനാർത്ഥികൾ വിജയിക്കാനിടയായി. കാരണം എന്താ? പനങ്ങാട് സ്കൂളും പരിസരവും SM പുരം സെന്റർ
CPM-ന്റെ അധീശത്തിൽ നിൽക്കുന്ന സ്ഥലമാണ്. അവിടെ പനങ്ങാട് സ്കൂളില് ഒരു AVP-കാരൻ വിജയിച്ചാൽ അവർക്ക് താങ്ങാൻ കഴിയുമോ? കഴിയില്ല. അന്ന് AR ശ്രീകുമാറിനെയും ശ്രീ AN സതീഷിനെയും അവർ ഒരുപാട് പീഡനങ്ങൾ നൽകി വിട്ടു. CITU-കാരുടെ മുന്നിലേക്ക് ആ പനങ്ങാട് സ്കൂളിൽ നിന്നും പോലീസുകാര് സതീഷിനെ പിടിച്ചുകൊണ്ടുപോയിട്ട് SM പുരത്ത് ഇറക്കിവിട്ട് CITU-കാരെ കൊണ്ട് തല്ലിച്ച സംഭവം വരെ അക്കാലത്തുണ്ടായി. അങ്ങനെ കൊടിയ മർദ്ദനങ്ങളും പീഡനങ്ങളും ഏറ്റുകൊണ്ട് വളർന്നു വന്നവരാണ് നമ്മുടെ പ്രിയങ്കരനായ AN സതീഷും AR ശ്രീകുമാറും. നമുക്കറിയാം. അതുകൊണ്ട് തന്നെ സതീഷിന്റെ ആ പ്രാണവേദന നമുക്കറിയാം. സതീഷ് എങ്ങനെയാണ് മരിക്കുന്നത്? അദ്ദേഹത്തിന്റെ മകനെ ബാലവാടിയിൽ നിന്ന് കൊണ്ടുവരാൻ പോകുന്ന സമയത്ത് കോതപറമ്പിൽ നിന്നും പടിഞ്ഞാട്ട് പോയി 4 കൂടിയ വഴിയിലാണ്, ദുർഗാനഗറിലാണ് അംഗൻവാടിയുള്ളത്. അംഗൻവാടിയിലേക്ക് ആ അദ്ദേഹത്തിന്റെ കുട്ടിയെ എടുക്കാൻ പോകുന്ന സമയം, കുട്ടിക്ക് ഏതാണ്ട് 3 വയസ്സ് പ്രായമുള്ളൂ. അങ്ങനെ ആ ആൺകുട്ടിയെ എടുക്കാൻ പോകുന്ന സമയത്ത്, അങ്ങോട്ട് പോകുന്ന സമയത്ത് സതീഷിന്റെ 2 വീലിന്റെ ഫ്രണ്ടിലേക്ക് ഉന്തുവണ്ടി, ഓല കയറ്റി വന്ന ഉന്തുവണ്ടി നേരെ തിരിച്ചുവിട്ട് ആ ഉന്തുവണ്ടിയില് അദ്ദേഹത്തിന്റെ 2 വീൽ ഇടിക്കുകയും ആ 2 വീലർ ഒരു മതിലിന്റെയും ഇലക്ട്രിക് പോസ്റ്റിന്റെയും ഇടയിലേക്ക് കയറി അദ്ദേഹത്തിന്റെ മുട്ട് അവിടെ തകർന്നു. ഇലക്ട്രിക് പോസ്റ്റ് പോലും ഇടിച്ചിട്ട് തകർന്നു. അങ്ങനെ തകർന്നില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ വന്ന ആളുകളെ തിരിച്ച് ഒരെണ്ണത്തിനെങ്കിലും അദ്ദേഹം കൊലപ്പെടുത്തുമായിരുന്നു. അതാണ് സതീഷ്, ഇരട്ടത്തെങ്കുള്ള സതീഷ്. ആ സതീഷ് അവർ കൊലപ്പെടുത്തി. യാതൊരു കാരണമുണ്ടായില്ല. ആ സതീഷിന്റെ കൊലപാതകം അദ്ദേഹത്തിന്റെ കരച്ചിൽ ഗൾഫിലുള്ള ആളുകളെ മൊബൈലിലൂടെ കേൾപ്പിച്ച സംഭവം അത് പോലീസുകാർക്കറിയാം. അതിനെക്കുറിച്ച് പിന്നീട് അന്വേഷണം ഉണ്ടായില്ല. ആർക്കാണ് അവർ പണം നൽകി? ഗൾഫിലുള്ള ഇസ്ലാമിക തീവ്രവാദവുമായി ബന്ധപ്പെട്ട ചില ആളുകൾ കൊടുങ്ങല്ലൂരിലുണ്ട്, ഇപ്പോഴുമുണ്ട്. ആ ആളുകൾ ഗൾഫിൽ പണം പിരിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ പിരിച്ചുകൊണ്ടാണ് അന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ശക്തനായ സതീഷിനെ വകവരുത്താൻ തീരുമാനിച്ചത്. അവരെയാണ് മൊബൈലിലൂടെ ആ കരച്ചിൽ കേൾപ്പിച്ചു കൊടുത്തത്. ആരായാലും എത്ര ശക്തനാണെങ്കിലും ഒരു പ്രാണവേദന ഉണ്ടാകുമല്ലോ. ആ പ്രാണവേദനയുടെ ശബ്ദം കേൾപ്പിച്ചു കൊടുത്തത് ഈ CPM-ന്റെ ഗുണ്ടകളാണ്. എവിടെയാണ്? ഗൾഫിലിരിക്കുന്ന ഇസ്ലാമിക തീവ്രവാദികൾക്ക് കേൾപ്പിച്ചു കൊടുത്തത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോഴും ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു നിൽക്കുകയാണ്. 2005 നവംബർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. 2006 ജനുവരി 3 വൈകുന്നേരം സതീഷിനെ വകവരുത്തി. ഇന്നൊരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇന്നും ആ അലയൊളികൾ ഇവിടെ നിൽക്കുകയാണ്. നമ്മുടെ പ്രിയങ്കരന്മാർ പറഞ്ഞ പോലെ മാപ്പിള ലഹളയ്ക്ക് ചുക്കാൻ പിടിച്ച മലപ്പുറം, കോഴിക്കോട് ഭാഗത്തുള്ള ആളുകളുടെ പിണിയാളുകൾ, പിന്തലമുറക്കാർ ഈ കൊടുങ്ങല്ലൂരിലും ഉണ്ട് എന്ന് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. കാരണം ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന NDA സഖ്യം ഈ കൊടുങ്ങല്ലൂർ നഗരസഭയിലും എടവിലിംഗ പഞ്ചായത്തിലും ഭരണത്തിൽ വരുമെന്ന് ഏവർക്കും അറിയാമായിരുന്നു, എല്ലാവർക്കും അറിയാമായിരുന്നു. കാരണം ഈ 2 സ്ഥലത്തും BJP അധികാരത്തിൽ വരുമെന്ന്. ഇവിടെ ഇടതുപക്ഷത്തിനേക്കാൾ കൂടുതൽ ഭാരതീയ ജനതാ പാർട്ടിയെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആളുകൾ ഗൾഫിൽ ഇരുന്നു കൊണ്ട് അവിടെ നിന്ന് നിശ്ചയിക്കുന്നു ഇവിടെ ആര് ജയിക്കാമെന്ന്. അങ്ങനെ ഇവിടെയുള്ള ചില വാർഡുകൾ നിങ്ങൾക്കറിയാമോ, കോൺഗ്രസിന് ഇവിടെ വോട്ടില്ല. 9 വാർഡുകളിൽ ഈ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലെ 9 വാർഡുകളിൽ കോൺഗ്രസ് UDF 50 വോട്ടിന് താഴെയാണ്. 22 വാർഡുകളിൽ UDF ഈ മുനിസിപ്പാലിറ്റിയിൽ 100 വോട്ടിൽ താഴെയാണ്. എന്ത് വേണം കരുതാം, 2ഓ 3ഓ സീറ്റിന് വേണ്ടി UDF-ലെ ആളുകള് LDF-ന്റെ മുന്നിൽ ആ വോട്ടുകളൊക്കെ പണയം വെച്ചു. ഭാരതീയ ജനതാ പാർട്ടി പരാജയപ്പെട്ടത് 17 വോട്ടുകൾക്ക്, 27 വോട്ടുകൾക്ക്, 36 വോട്ടുകൾക്ക്, ഏതാണ്ട് 180 വോട്ടുകൾക്ക്. നിങ്ങളെ കണക്ക് മനസ്സിലാക്കണം. 180 വോട്ടുകൾക്ക് 7 വാർഡുകൾ BJPക്ക് നഷ്ടപ്പെട്ടു. എന്താ കാരണം? ഇവിടുത്തെ കോൺഗ്രസുകാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, കോൺഗ്രസ് നേതാക്കന്മാരോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ വോട്ടുകളോടെ പോയി? 10,111 വോട്ട് 2015 UDF-ന് മുനിസിപ്പാലിറ്റി ആയിരുന്നു. 10,111 വോട്ട്. 10 വർഷത്തിന് ശേഷം 2025 UDF-ന്റെ വോട്ട് എത്രയാണ്? 7,000 വോട്ടാണ്. 7,000 വോട്ട്. 10 വർഷത്തിന് ശേഷം അവരുടെ ഏതാണ്ട് 5,000-ഓളം വോട്ടുകൾ നഷ്ടപ്പെട്ടു. 10 വർഷത്തിലൂടെ ഒരു വളർച്ച വില പുറകോട്ടാണ്. ഈ പുറകോട്ട് എന്ന് പറയപ്പെടുമ്പോ UDF-ല് ചില ആളുകൾ, മുസ്ലിം സഹോദരങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം, അവർ നമുക്കറിയാം ഈ മെഡിക്കെയർ ആശുപത്രിയുമായി ബന്ധപ്പെട്ട അവിടുത്തെ ഡോക്ടർ, അവിടുത്തെ ഓണർ, ഉടമസ്ഥൻ കുറെ നാളുകളായിട്ട് BJPയെ പരാജയപ്പെടുത്താൻ നടക്കുകയാണ്.
ചില വാർഡുകളിൽ അദ്ദേഹം വിജയിക്കുന്നുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയും LDF-ഉം തമ്മിൽ നെക്ക് വരുന്ന വാർഡുകളിൽ പോയി അവിടെ കുടുംബ സംഗമം നടത്തി മുസ്ലിം വിഭാഗത്തിലെ സ്ത്രീകളെയും പുരുഷന്മാരെയും വിളിച്ചു വരുത്തി കുടുംബ സംഗമങ്ങൾ നടത്തി ബിജെപിക്കെതിരെ എല്ലാ കഥകൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ പേടിപ്പിച്ച് നിങ്ങൾക്ക് BJP മുനിസിപ്പാലിറ്റിയിൽ അധികാരത്തിൽ വന്നാൽ നിങ്ങൾക്ക് ബീഫ് കഴിക്കാൻ പറ്റില്ല, നിങ്ങൾ എന്ത് കഴിക്കണമെന്ന് BJP തീരുമാനിക്കും, നിങ്ങൾ എന്ത് വസ്ത്രം ധരിക്കണമെന്ന് BJP തീരുമാനിക്കും, നിങ്ങൾ എന്ത് പഠിക്കണമെന്ന് BJP തീരുമാനിക്കും. അങ്ങനെ ഈ കൊടുങ്ങല്ലൂരിലെ മുസ്ലിം സമുദായത്തിലുള്ള സഹോദരന്മാരെയും സഹോദരങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് BJPക്കെതിരെ തിരിച്ചുകൊണ്ട് BJP വിജയിക്കാവുന്ന വാർഡുകളിൽ ആരാണോ അടുത്ത സ്ഥാനാർത്ഥി, LDF ആണോ UDF ആണോ എന്ന് നോക്കിക്കൊണ്ട് അവർ വോട്ട് ചെയ്യുന്ന പ്രവണത ഈ മുനിസിപ്പാലിറ്റിയിലും എടവലങ്ങ് പഞ്ചായത്തിലും ഉണ്ടായി. നമ്മൾ മനസ്സിലാക്കണം. എടവലങ്ങ് പഞ്ചായത്തിൽ 6 സീറ്റുകൾ BJP നേടി. ഞങ്ങൾ 10 സീറ്റ് നേടുമെന്ന് വിചാരിച്ചു. പക്ഷേ 4 സീറ്റുകള് ഈ ജിഹാദി കൂട്ടങ്ങൾ. എന്താണ് ജിഹാദി കൂട്ടങ്ങൾ? SDPI, പോപ്പുലർ ഫ്രണ്ട്, മുസ്ലിം ലീഗ്, കോൺഗ്രസ്, CPI, CPM, അതുപോലെ വെൽഫെയർ പാർട്ടി ഉൾപ്പെടെയുള്ള ആ പാർട്ടികളിലെ മുസ്ലിം സമുദായത്തിലെ ആളുകൾ തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ട് അവരെ കൊണ്ട് ഒരുമിച്ച് വോട്ട് ചെയ്യിപ്പിച്ചു. നമുക്കറിയാം, എടവലങ്ങ് പഞ്ചായത്തില് 7-ാം വാർഡില് 6 വോട്ടിനാണ് ഞങ്ങളുടെ പ്രവർത്തകർ പരാജയപ്പെട്ടത്. ആ 6 വോട്ടിന് പരാജയപ്പെടുമ്പോൾ കോൺഗ്രസിനുള്ള 16 വോട്ടുള്ളൂ. അവിടെ ബ്ലോക്കിലേക്കും ജില്ലയിലേക്കും 200-ൽ പരം വോട്ടുണ്ട്. അതുപോലെ തന്നെ KK ഉണ്ണികൃഷ്ണൻ മത്സരി തോറ്റ വാർഡിൽ 13 വോട്ടുകൾക്ക് തോൽക്കുമ്പോൾ കോൺഗ്രസിന് 30 വോട്ടുള്ളൂ. അവിടെയും 200-250 വോട്ടുകളും ബ്ലോക്കിലും ജില്ലയിലും അവിടെ അവർ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ടാർഗറ്റ് ചെയ്തുകൊണ്ട് BJPയെ പരാജയപ്പെടുത്താൻ മാത്രമല്ല ഭരണത്തിൽ വരാതിരിക്കാൻ വേണ്ടി അവർ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് BJPയെ ഭരണത്തിൽ എത്തിച്ചില്ല. ആർക്കാണ് നഷ്ടം? ഭാരതീയ ജനതാ പാർട്ടി നഷ്ടമില്ല. ഈ മുനിസിപ്പാലിറ്റിയിലെയും എടവലങ്ങ് പഞ്ചായത്തിലെയും ജനങ്ങൾക്കാണ് നഷ്ടം. ഞങ്ങൾക്ക് ഇപ്പോഴും നഷ്ടമില്ല. എന്താ കാരണം? ഈ മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾ 41.66% വോട്ട് നേടിയിട്ടുണ്ട്. 18,758 വോട്ടുകൾ നമ്മൾ നേടിയിട്ടുണ്ട്. ഇവിടെ 19,674 വോട്ടാണ് LDF നേടിയിട്ടുള്ളത്. ഏതാണ്ട് 695 വോട്ടുകൾ മാത്രമാണ് LDF-ഉം ഞങ്ങളും തമ്മിൽ നമ്മൾക്ക് കുറവുള്ളത്. BJP കുറവുള്ളത് 695 വോട്ടുകൾ മാത്രമാണ്. 659 വോട്ടുകൾ മാത്രമാണ് BJP കുറവ് LDF-നേക്കാളും. പക്ഷെ LDF-ന് കഴിഞ്ഞ തവണത്തേക്കാൾ 2020-നേക്കാളും ഏതാണ്ട് 1200-ഓളം വോട്ടുകൾ കുറവാണ് കിട്ടിയിട്ടുള്ളത്. ഭാരതീയ ജനതാ പാർട്ടിക്ക് ഏതാണ്ട് 1100 വോട്ട് കഴിഞ്ഞ തവണത്തേക്കാൾ ഇത്തവണ കൂടിയിട്ടുണ്ട്. 18 സീറ്റുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. പക്ഷേ 25 സീറ്റ് കിട്ടിയ LDF-നേക്കാളും 18 സീറ്റ് കിട്ടിയ നമുക്ക് 659 വോട്ടിന്റെ കുറവേ ഉള്ളൂ. അതുകൊണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മുന്നോട്ട് തന്നെയാണ്, ഒരു സംശയവുമില്ല. ഞങ്ങൾ ഇനിയും 5 വർഷം കാത്തിരിക്കും. ജനങ്ങൾക്കാകെ ഞങ്ങൾ മുന്നോട്ട് വെക്കും വികസന രാഷ്ട്രീയം. ഞങ്ങൾ വികസനത്തിന്റെ രാഷ്ട്രീയം പറഞ്ഞപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ശക്തനായ നേതാവ് ഇന്ത്യൻ പ്രധാനമന്ത്രി വികസനത്തിന്റെ രാഷ്ട്രീയം പറഞ്ഞപ്പോൾ ആ വികസനത്തിന്റെ രാഷ്ട്രീയമാണ് ഞങ്ങൾ മുനിസിപ്പാലിറ്റിയിലും എടവലങ്ങിലും കൊടുങ്ങല്ലൂർ മേഖലയെല്ലാം തന്നെ പറഞ്ഞിട്ടുള്ളത്. ആ വികസനത്തിന്റെ രാഷ്ട്രീയത്തെ അട്ടിമറിച്ചുകൊണ്ട് നല്ല ശക്തമായ ഒരു ഭരണ നേതൃത്വം ഈ മുനിസിപ്പാലിറ്റിയിലും എടവലങ്ങിലും ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയപ്പോൾ അതിനെ അട്ടിമറിച്ചുകൊണ്ട് ജനങ്ങളെ ചതിച്ച വഞ്ചിച്ച കൂട്ടമാണ് ഈ LDF-ലെയും UDF-ലെയും ആളുകൾ എന്ന് ജനങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ജനങ്ങൾ മനസ്സിലാക്കുന്ന ദിവസം അതിവിദൂരമല്ല. അവ സ്വാഭാവികമായും എനിക്ക് പറയാനുള്ളത് സതീഷിന്റെ ബലിദാന ദിനാചരണമാണ്. അദ്ദേഹത്തിന്റെ ആത്മാവിന് 20 വർഷങ്ങൾക്ക് ഇപ്പുറവും അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നതോടൊപ്പം തന്നെ ഈ അവിയൽ കൂട്ടങ്ങള്, ഈ ജിഹാദികള്, വോട്ടുകൾ വിറ്റ് കാശാക്കുന്ന ആളുകൾക്കെതിരെ പടപൊരുതിക്കൊണ്ട് 18 പേർ ഈ മുനിസിപ്പാലിറ്റിയിൽ ജയിച്ചു കളഞ്ഞിട്ടുണ്ട്. അവർക്ക് 1000 അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ജിഹാദി കൂട്ടങ്ങളിൽ നിന്നും അവരെ തകർത്ത് തരിപ്പണമാക്കി 16-ൽ 6 സീറ്റുകൾ നേടിയ എടവലങ്ങ് പഞ്ചായത്തിലെ മെമ്പർമാർ ഇവിടെയുണ്ട്. അവർക്കും അഭിവാദനങ്ങൾ.
ആ ജിഹാദി കൂട്ടങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ട് ഒരു ബ്ലോക്ക് ഡിവിഷൻ, പി വെമ്പല്ലൂർ ബ്ലോക്ക് ഡിവിഷനിൽ നമ്മുടെ കണ്ണച്ചേട്ടൻ ഈ വേദിയിലുണ്ട്. അദ്ദേഹം ജയിച്ചു വന്നു. അദ്ദേഹത്തിനും അഭിവാദനങ്ങൾ. അതുമാത്രമല്ല, ഈ കൊടുങ്ങല്ലൂർ മേഖലയിലെ എസംബരമായാലും പെരിഞ്ഞനമായാലും മതിലകമായാലും പുത്തഞ്ചിറയായാലും വെള്ളാങ്കല്ലൂരായാലും അവിടെയൊക്കെ തന്നെ നമ്മുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു കയറിയിട്ടുണ്ട്. അവരെയൊക്കെ തന്നെ പരാജയപ്പെടുത്താൻ ഈ LDF-ഉം UDF-ഉം നോക്കിയിട്ടുണ്ട്. അവരെ തൃണവൽക്കരിച്ചുകൊണ്ട് അവിടെ ആളുകൾ, ആ വോട്ടർമാർ വോട്ട് ചെയ്തുകൊണ്ട് അവിടെയും ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചിട്ടുണ്ട്. അവർക്കും നേരിന്റെ പാതയിൽ അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊള്ളും സതീഷിന്റെ ആത്മാവിന് വേണ്ടിയിട്ട്. ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്ന പോലീസാണ്. കൊടുങ്ങല്ലൂരിലെ പോലീസ്, മതിലകത്തെ പോലീസ്, കയ്പമംഗലത്തെ പോലീസ്, ഇപ്പൊ മാളയിലെയും പോലീസ്. ഭാരതീയ ജനതാ പാർട്ടി അതിന്റെ നേതാക്കളോ പ്രവർത്തകരോ എന്തെങ്കിലും ഒരു പരാതി കൊടുത്താൽ ആ പരാതി മൂടിവെക്കുന്നു. അന്വേഷണമില്ല. എത്ര പരാതികൾ ഞങ്ങൾ കൊടുക്കുന്നു. ഒരു അന്വേഷണവുമില്ലാത്ത പോലീസ് സ്റ്റേഷനായി മാറിയിരിക്കുന്നു കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ. ഞങ്ങൾ കുറെ ദിവസങ്ങളായിട്ട് പറയുന്നു പരാതികളൊക്കെ എന്താണെന്ന്. ഞാൻ ഇപ്പോൾ പറയുന്നില്ല, കാരണം കുറച്ച് നേരം ആകും, അതുകൊണ്ടാണ് പറയുന്നത്. നിരവധി പരാതികൾ കൊടുത്തിട്ട് ആ പരാതികൾക്കൊന്നും അന്വേഷണമില്ല. എന്തുകൊണ്ട് അന്വേഷണമില്ല? ആ പരാതികളൊക്കെ ഇവിടുത്തെ CPM-മാർക്കും ജിഹാദി കൂട്ടങ്ങൾക്കും എതിരെയുള്ള പരാതികളാണ്. ഇവിടെ ഭരിക്കുന്നത് ജിഹാദി കൂട്ടങ്ങളുടെ അകമ്പടിയോടെ LDF ആണ് ഭരിക്കുന്നത്. മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന LDF ആണ്. അതുകൊണ്ട് അന്വേഷണമില്ല. ഭാരതീയ ജനതാ പാർട്ടി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, പോലീസ് അന്വേഷിച്ചില്ലെങ്കിൽ പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ ഞങ്ങൾക്കറിയാം. കേന്ദ്രം ഭരിക്കുന്ന BJP ആണ്. ഞങ്ങൾ പരാതി കൊടുക്കും, ഒരു സംശയമില്ല. ഞങ്ങൾക്കെതിരെ നിൽക്കുന്ന, എതിരൊന്നും വേണ്ട, ഞങ്ങളുടെ പരാതികൾ സ്വീകരിക്കാത്ത, ഞങ്ങൾ പറയുന്നത് കേൾക്കാത്ത പോലീസുകാരുണ്ടെങ്കിൽ, എത്ര ഉന്നതരായ ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിലും, അത് ഇവിടെ പോലീസ് സ്റ്റേഷൻ ആണെങ്കിലും CI ഓഫീസാണെങ്കിലും DY ഓഫീസാണെങ്കിലും SP ഓഫീസാണെങ്കിലും ഞങ്ങൾക്ക് വകഭേദമില്ല. ഞങ്ങൾ പരാതി കൊടുക്കും. ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിക്ക് ഉത്തരവാദിത്വമുണ്ട്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോലീസ് ആയില്ലെങ്കിൽ അതിശക്തമായ പരാതികൾ കൊടുത്തുകൊണ്ട് പെൻഷൻ വരെ തടഞ്ഞു വെക്കാവുന്ന പദ്ധതികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്യും എന്ന് പോലീസുകാരോട് ഞങ്ങൾ പറയുകയാണ്. ഒരു സംശയക്കാരിൽ വേണ്ട, ഒരു സംശയം വേണ്ട. ഈ അടുത്ത കാലത്ത് ഏതാണ്ട് ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ്, 5-6 മാസങ്ങൾക്ക് മുമ്പ് KSUവിൽ നിന്നും ഒരുത്തൻ BJP-യിലോട്ട് വന്നു. ശരിയാണ്, ഞങ്ങൾ സ്വീകരിച്ചു. കാരണം എന്താ, കേരളമെമ്പാടും LDF-ൽ നിന്നും UDF-ൽ നിന്നും ആളുകൾ പോരുകയാണ്. അതിനോടനുബന്ധിച്ച് KSUവിന്റെ ഒരു ജില്ലാ ജനറൽ സെക്രട്ടറി BJP-യിലോട്ട് വന്നു. ഞങ്ങൾ രണ്ടു കൈയിൽ നിന്നിട്ട് സ്വീകരിച്ചു. പക്ഷെ സ്വീകരിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് അവന്റെ കള്ളികൾ പുറത്തു വരുന്നത്. എന്താണ്? ഞങ്ങൾക്ക് കൃത്യമായ വിവരം കിട്ടി. എന്താണ്? 10 ലക്ഷം രൂപ കൈപ്പറ്റിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്കിടയിൽ വന്ന് മെമ്പർഷിപ്പ് നേടി ഇതിൽ അന്തഃഛിദ്രം ഉണ്ടാക്കാൻ, പരസ്പരം തല്ലിക്കാൻ, ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെ കുരുതി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞത് ഗൾഫിൽ ഇരുന്നുകൊണ്ട് ഈ കൊടുങ്ങല്ലൂർ നയിക്കുന്ന ആ ഗൾഫിലെ പ്രമാണിമാർ, ആ പ്രമാണിമാരാണ് 10 ലക്ഷം രൂപ അവന് കൊടുത്തുകൊണ്ട് അവരെ BJP-യിലേക്ക് പറഞ്ഞയച്ചത്. അവൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞങ്ങളെ ഈ സംഘടനക്കുള്ളിൽ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കൊണ്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾ അവൻ ഒരു ചുമതലയും കൊടുത്തില്ല. അവനെ ഞങ്ങൾ ഒരു കമ്മിറ്റിക്കും പങ്കെടുപ്പിച്ചില്ല. അവനെ ഞങ്ങൾ അകറ്റി നിർത്തി. ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോ, ഈ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് വന്നപ്പോ അവനപ്പോ 15 ലക്ഷം രൂപ കിട്ടി. എന്താണ്? BJP-യിലേക്ക് വരാൻ. അതാണ് മനസ്സിലാക്കുന്നത്. BJP-യിലേക്ക് വന്ന് BJP-യിൽ ബുദ്ധിമുട്ടുണ്ടാക്കാൻ, അന്തഃഛിദ്രമുണ്ടാക്കാൻ വേണ്ടി 10 ലക്ഷം രൂപ വാങ്ങി ഇവിടെ വന്നവൻ വീണ്ടും BJP-യെ തള്ളിപ്പറഞ്ഞ് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തില് എന്താ പറഞ്ഞത്? അവൻ പറഞ്ഞത് കൊടുങ്ങല്ലൂരിലെ BJP നേതൃത്വം കലാപം നടത്താൻ ഇവിടെ കോപ്പ് കൂട്ടുന്നു, അതിന് യോഗം നടത്തി. ആ യോഗത്തിൽ ഞാനുണ്ടായിരുന്നു. ഒരു യോഗത്തിലും അവനെ പങ്കെടുപ്പിച്ചിട്ടില്ല. അവൻ വന്നതിന് ശേഷം ഒരു യോഗത്തിലുമില്ല. എന്തിനാവും പറയുകയാണ്, കൊടുങ്ങല്ലൂരിലെ ഹിന്ദു മുസ്ലിം ദേവാലയങ്ങൾ ആക്രമിച്ച് തകർക്കാൻ, അങ്ങനെ വർഗീയ കലാപം സൃഷ്ടിച്ചുകൊണ്ട് ആ വർഗീയ കലാപത്തിലൂടെ ഇവിടെ വോട്ടുകൾ നേടി വിജയിക്കാൻ വേണ്ടിയാണ് BJP ശ്രമിക്കുന്നത് എന്ന് യോഗത്തിൽ പറഞ്ഞു. ഞാൻ കേട്ടു എന്നാണ് അവൻ പറഞ്ഞത്. അതിനെതിരെ പരാതി കൊടുത്തു. പോലീസ് എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ? അവൻ എവിടെയെന്ന് ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റുമാരോട് ചോദിക്കാണ് പോലീസ്. അവൻ എവിടെയാണെന്ന് അറിയുന്നു.
ഒരാളെ കണ്ടുപിടിക്കാൻ, ഈ നാട്ടിൽ കലാപം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ച ഒരാളെ കണ്ടുപിടിക്കാൻ ഇവിടെ പോലീസ് സാധിക്കുന്നില്ലേ? ഞങ്ങളെ തള്ളിപ്പറഞ്ഞ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കിട്ട് വേല വെച്ച് പിന്നിൽ നിന്ന് കുത്തിപ്പോയവനെ ഞങ്ങളോടാണോ ചോദിക്കേണ്ടത് പോലീസ്? ഇപ്പോഴും പ്രസിഡന്റിനോട് ചോദിക്കാം, മണ്ഡലം പ്രസിഡന്റിനോട് ചോദിക്കാൻ എവിടെയാണ് അദ്ദേഹം എവിടെയാണ് ചോദിക്കുക. ഞാൻ അവന്റെ പേരെടുത്ത് പറഞ്ഞ് അവനെ വലിയവനാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് പോലീസ് ഇക്കാര്യത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കണം. അല്ലെങ്കിൽ പഴയതുപോലെ ഈ ഇരിക്കുന്നതിന്റെ 10 മടങ്ങ് ആളുകൾക്ക് ഞങ്ങൾ പല വഴിക്ക് വന്ന് പോലീസ് ഉപരോധിക്കേണ്ട ഗതികേട് വരുത്താതിരിക്കാൻ കൊടുങ്ങല്ലൂരെ പോലീസ് ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കറിയാം LDF വലിയ വങ്കത്തരം പറഞ്ഞ LDF. ഈ LDFന് നമ്മുടെ ടൗൺ വാർഡിൽ എത്ര വോട്ട് കിട്ടി നിങ്ങൾക്ക് അന്വേഷിച്ചിട്ടുണ്ടോ? എന്താണ് അവർ വലിയ തോതിൽ വായിൽ പറയുന്ന ആളുകൾക്ക്? നമ്മൾ ടൗൺ വാർഡില് LDFന് കിട്ടിയ വോട്ട് കേവലം 12 വോട്ടാണ്. 12 വോട്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇത്രയും നെറികെട്ട നാണം കെട്ട് UDFന് വോട്ട് പറിച്ചു കൊടുത്ത LDF എന്നിട്ട് വന്നു വലിയ ആണത്തമിഴും പോയാൽ ഞങ്ങൾ BJP തോൽപ്പിച്ചതെന്ന്. എങ്ങനെയാണ് തോൽപ്പിച്ചത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സകലമായ വർഗീയ കൂട്ടങ്ങളെയും ഒക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് അത് തോൽപ്പിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചും ഈ വാർഡുകളൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെട്ടിയും കുറിച്ചും ഒക്കെ അവർക്ക് ജയിക്കാവുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി മാറ്റിയിട്ടല്ലേ അവർ വിജയിച്ചത്. ഇപ്പോ 2 കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. നമ്മുടെ ഈ അടുത്ത ദിവസം ഇടവേലെങ്കിലും ഒരു വിഷയമുണ്ടായി. എന്താണ്? നമ്മുടെ ന്യൂ ഇയറിന്റെ അന്ന് രാത്രി, ന്യൂ ഇയർ കഴിഞ്ഞ് 1-ാം തീയതി വെളുപ്പിനാണെന്ന് പറയുന്നു, 12:30 1 മണിക്കൊക്കെയാണെന്ന് പറയുന്ന ഒരു വീടിന് ആക്രമണം ഉണ്ടായി. ആ വീടിന് ആക്രമണം ഉണ്ടായപ്പോ അത് BJPയുടെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി ശ്രമം നടക്കുന്നു. ഇടവേളയിൽ പ്രകടനം നടക്കുന്നു. ആരാണെന്നറിയില്ല കല്ലെടുത്തെറിഞ്ഞത്. ആ വീടിന്റെ പ്രദേശത്ത് നിരവധി കഞ്ചാവ് MDA കൂട്ടങ്ങളുണ്ട് എന്ന് ഞങ്ങൾ പണ്ടും പോലീസിനോട് പറയാറുണ്ട്. അവിടെയാണ് സ്ഥിരാകേന്ദ്രം. അവരായിക്കൂടെ? ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കണമെന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഇടവേലെങ്കിൽ പഞ്ചായത്തിന് കുഴപ്പമുണ്ടായല്ലോ, നല്ല രീതിയിൽ തെരഞ്ഞെടുപ്പ് നടന്നാണല്ലോ. എന്തിനാണ് ആ വീടിന് കല്ലെറിഞ്ഞ് ഞങ്ങളുടെ തലക്ക് വെക്കുന്നു? എന്നിട്ട് ഇടവേലെങ്കിൽ പഞ്ചായത്തില് CPMന്റെ 30 ആളുകളെ വെച്ച് പ്രകടനം നടത്തിയത് BJPയെ തെറി വിളിക്കുക. നമ്മുടെ പ്രിയങ്കരനായ ശ്രീകുമാറിനെ തെറി വിളിക്കുക. ശ്രീകുമാറാണോ പോയി കല്ലെറിഞ്ഞത്? അങ്ങനെ സ്ഥലക്ക് സ്ഥിരമില്ലാത്ത LDFകാരൻ CPMകാരൻ ഇതൊക്കെ ഞങ്ങളുടെ തലയിൽ വെക്കാൻ നോക്കുക. പോലീസ് അതിനുവേണ്ടി ഞങ്ങളുടെ ആളുകളെ പിടിക്കാൻ നോക്കുക. നടക്കണ കേസല്ല. മുൻകാലങ്ങളിൽ ചെയ്ത പോലെ ചെയ്യാൻ ഞങ്ങൾ നിർബന്ധിതരാക്കരുത്. നമുക്കറിയാം എന്ത് ചെയ്യണമെന്ന്. അതുകൊണ്ട് പോലീസുകാരും CPMഉം മറ്റ് ഇസ്ലാമിക ഭീകരന്മാരും തീവ്രവാദികളും ഞങ്ങൾക്കെതിരെ വരണ്ട. ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ തുടങ്ങി വെച്ചാൽ ഞങ്ങൾ അവസാനിപ്പിക്കും. ഒരു സംശയം വേണ്ട. ഇത് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വന്ദേ മാതരം. വർത്തമാന കേരളത്തിന്റെ സാമൂഹിക നീതി പോരാട്ടങ്ങൾക്ക് കരുത്തു പകർന്ന പോരാളി, വിശ്വാസങ്ങൾ തകർക്കുകയും വിശ്വാസികളുടെ കാണിക്കപ്പണവും കൊള്ളയടിക്കുന്ന ഭരണകൂട വാഴ്ചയ്ക്കെതിരെ നിരന്തരം പോരടിക്കുന്ന സമരനായകൻ, BJPയുടെ ദേശീയ കൗൺസിൽ അംഗം ബഹുമാനപ്പെട്ട K. സുരേന്ദ്രൻ അവറുകളെ അനുസ്മരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടന ഭാഷണത്തിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ ജിതേഷ്, ജില്ലാ BJPയുടെ അധ്യക്ഷൻ AR ശ്രീകുമാർ, ഇവിടെ ആമുഖ പ്രഭാഷണം നടത്തിയ ജില്ലാ ജനറൽ സെക്രട്ടറി KP ഉണ്ണികൃഷ്ണൻ, ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള മുതിർന്ന നേതാക്കളെ, സദസ്സിലുള്ള സഹോദരി സഹോദരന്മാരെ, നല്ലവരായ നാട്ടുകാരെ, ജനാധിപത്യ വിശ്വാസികളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം.